ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് 50 ഗ്ലാസ് അരിപ്പായസമാണ്. അതും കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പായസമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനുവേണ്ടി 2 തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1 കിലോ ശർക്കരയാണ് വേണ്ടത്. അങ്ങനെ ഇതിന് ഞാൻ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് പച്ചരി എന്ന് പറയുന്നത് 3 ഗ്ലാസ് 250 ml 3 ഗ്ലാസ് എടുത്താലും മതി. അത് അളന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിനകത്തുള്ള വെള്ളപ്പശയെല്ലാം മാറി കിട്ടുന്ന വിധത്തിൽ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അതൊരു കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അരിയെല്ലാം കഴുകി എടുത്തിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരവി എടുക്കുകയാണ് വേണ്ടത്. ഈ പായസത്തിൻ്റെ ഏറ്റവും വിഷമമുള്ള ഘട്ടമെന്ന് പറയുന്നത് എനിക്ക് തേങ്ങ ചിരവലാണ്. എന്തായാലും എല്ലാ തേങ്ങയും ചിരവി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ തേങ്ങ ചിരവി എടുത്തതെല്ലാം നമുക്കിനി തേങ്ങാപ്പാലെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ പാല് എന്ന് പറയുന്നത് 2 ഗ്ലാസ് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1-ാം പാലെടുത്ത് വെക്കാവുന്നതാണ്. 2-ാം പാലെടുക്കേണ്ടത് അതുപോലെ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് 2-ാം പാലും എടുക്കാം. 3-ാം പാലാണെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് നമുക്ക് പിഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പാൽ അതിനകത്ത് ബാക്കിയുണ്ടെന്ന്. ആ പാല് മൊത്തവും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അരിപ്പായസമാണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടണം. അപ്പം ഞാൻ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ എൻ്റെ എല്ലാ പാലും 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എല്ലാം റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ അരി അരമണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്തെടുത്തത് ഒന്ന് നമ്മൾ വെള്ളമൊക്കെ മാറ്റി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്നും അരി ഇതാവേണ്ട ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ 3-ാം പാലിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ 3-ാം പാല് മൂന്നാമത്തെ പാൽ ഇട്ട് കൊടുത്തപ്പോൾ അതായത് കുക്കറിൽ നിന്നും കുറച്ച് പൊങ്ങിക്കിടക്കുന്ന വിധത്തിൽ 2 സ്റ്റെപ്പ് പൊങ്ങിക്കിടക്കുന്ന വിധത്തിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വെള്ളം ഒഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതിന് വേണ്ടത് 4 വിസിലാണ് ഇതിന് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഉരുക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എല്ലാം ഉരുക്കി നന്നായിട്ട് അരിച്ച് എടുക്കണം. നമ്മുടെ കുക്കറിലുള്ള ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇപ്പം മൊത്തം ഫുള്ളായിട്ടാണുള്ളത്. നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെന്ത് വന്ന ചോറെല്ലാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തോളൂ. അങ്ങനെ ഇട്ട് കൊടുത്ത ചോറെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന്, അതായത് തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുകിയ വെള്ളമെല്ലാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അരിയുടെ ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. മൊത്തം ശർക്കരപ്പാനി ഇപ്പം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒഴിച്ചെടുത്ത ശർക്കരപ്പാനി എല്ലാം ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇനി 6 മിനിറ്റ് നേരം ഈ അരിയും ശർക്കരപ്പാനിയും തമ്മിൽ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റായിട്ട് വരണം. അങ്ങനെ സെറ്റായി വന്ന പായസത്തിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത്
രണ്ടാം പാൽ നമ്മൾ പാലുകൾ രണ്ടാം പാലാണ് ഇനി ചേർക്കാൻ ബാക്കിയുള്ളത്. അങ്ങനെ രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടല്ലേ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഒരു 2-3 കപ്പ് അതായത് ലൂസായി കിട്ടുന്ന വിധത്തിൽ നമുക്ക് പച്ചവെള്ളം തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒഴിച്ചതുകൊണ്ട് പായസത്തിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. അതിന് വേറൊരു ടിപ്പുണ്ട് അത് മാറാനായിട്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ ലൂസാകുന്ന പരുവത്തിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, നന്നായിട്ട് പൊടിച്ച ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് മെയിനായിട്ട് ചേർക്കുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും പായസത്തിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിള വരട്ടെ. തിള വന്നതിന് ശേഷം നമുക്ക് ഇനി 1-ാം പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ 1-ാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല റെഡി ആയിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള പായസം റെഡി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനിയാണ് നമ്മൾ ഇതിനകത്തുള്ള മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്, ഒരു 2 കപ്പ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് പശുവിൻ പാലും കൂടെ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ചുവയൊന്നും നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നെയ്യ് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂം കുറച്ച് കിസ്മിസും അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ചേർത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പായസം നല്ല രീതിയിൽ തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.